ഡോക്ടറായ സൂജിൻ തന്റെ ഹസ്ബൻഡിനൊപ്പം ഹാപ്പിയായി ജീവിക്കുന്നു. ഏകദേശം 10 വർഷമായി അവരുടെ രണ്ടുപേരുടെയും ലൈഫിൽ യാതൊരു പ്രശ്നവുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സൂജിന്റെ സന്തോഷത്തിന് വിള്ളൽ വീഴുന്നു. നോക്കുമ്പോൾ സൂജിൻ ഹസ്ബൻഡിന്റെ ഡ്രസ്സ് എടുക്കുമ്പോൾ അതിൽ നിന്നൊരു ലിപ്സ്റ്റിക് വന്നു വീഴുന്നു. അവൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഹസ്ബൻഡ് ഫ്ലൈറ്റിൽ വെച്ച് ചുണ്ട് ഡ്രൈ ആവാതിരിക്കാൻ അയാൾ തന്നെയാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നു. അതുകൊണ്ട് സൂജിൻ അത് സീരിയസ് ആക്കാതെ വിടുന്നു. പക്ഷെ വൈകാതെ തന്നെ അവളുടെ സംശയം കൂട്ടുന്ന രീതിയിൽ മറ്റൊരു കാര്യം നടക്കുന്നു. അവളുടെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നതിന് മുൻപ് വളരെയധികം സ്നേഹത്തോടെ അവൾക്ക് ഒരു സ്കാർഫ് ചുറ്റിക്കൊടുക്കുന്നു. പക്ഷെ അയാൾ ചുറ്റിയ സ്കാർഫ് അയാൾക്ക് തന്നെ വിനയാവുന്നു. ഹോസ്പിറ്റലിലേക്ക് വന്നതും ആ സ്കാർഫ് മാറ്റിയ സൂജിൻ അതിലെന്തോ അൺയൂഷ്വലായി ഉള്ളത് നോട്ട് ചെയ്യുന്നു. നോക്കുമ്പോൾ ആ സ്കാർഫിൽ ഒരു പെണ്ണിന്റെ മുടി ഇരിക്കുന്നു. അത് വേറെ കളർ ആയതുകൊണ്ട് തന്നെ അവളുടേതല്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അപ്പോൾ മുതൽ സൂജിന് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതിനുശേഷം ഒരു ദിവസം മകനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഒരു പെണ്ണ് വന്ന് അവളെ സ്റ്റോപ്പ് ചെയ്യുന്നു. സൂജിൻ ആദ്യം അവളുടെ ഹെയർ കളറാണ് കണ്ണിലുടക്കിയത്. ആക്ച്വലി ആ പെണ്ണ് വേറെ ആരുമല്ല, അവളുടെ ഹസ്ബൻഡിന്റെ സെക്രട്ടറിയാണ്. അവർ സംസാരിക്കുമ്പോഴാണ് സൂജിന്റെ ഹസ്ബൻഡ് എന്നും 5 മണിക്ക് തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമെന്ന് മനസ്സിലാവുന്നത്. പക്ഷെ അയാൾ വീട്ടിലെത്തുന്നത് 7 മണിക്കാണ്. അത് കേട്ട് സൂജിൻ കൺഫ്യൂസ് ആയിരിക്കുമ്പോൾ ഹസ്ബൻഡ് എപ്പോഴത്തെയും പോലെ ഒരു റീസൺ പറഞ്ഞ് ഹാൻഡിൽ ചെയ്യുന്നു. പക്ഷെ സൂജിൻ അപ്പോഴും സംശയം മാറുന്നില്ല. അതുകൊണ്ട് സത്യം കണ്ടുപിടിക്കുന്നതിനായി കറക്റ്റ് 5 മണിക്ക് ഹസ്ബൻഡിന്റെ ഓഫീസിന് പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. നോക്കുമ്പോൾ സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ സൂജിന്റെ ഹസ്ബൻഡ് 5 മണിക്ക് തന്നെ കയ്യിലൊരു ബൊക്കയുമായി അവിടെ നിന്ന് പോകുന്നു. സൂജിൻ ഉടനെ തന്നെ അയാളെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അവൾക്ക് അയാളെ സംശയമുണ്ടെങ്കിലും അത് സത്യമാകരുതെന്ന് അവൾ ആഗ്രഹിക്കുന്നു. അയാളെ ഫോളോ ചെയ്തൊരു നഴ്സിംഗ് ഹോമിലേക്ക് വന്നവൾ പേടിയോടെ റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്യുന്നു. പക്ഷെ അതിനുശേഷമാണ് മനസ്സിലാവുന്നത് അവളുടെ ഹസ്ബൻഡ് അയാളുടെ അമ്മയെ കാണാനായാണ് വന്നിരിക്കുന്നത്. അത് കണ്ടതും സൂജിന് കുറ്റബോധം തോന്നുന്നു. അതുകൊണ്ട് അവൾ സൈലന്റ് ആയി അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. പക്ഷെ അവളുടെ ഹസ്ബൻഡ് പുറകെ വന്ന് അവളോട് സംസാരിക്കുന്നു. ആക്ച്വലി അയാളുടെ അമ്മയുടെ അവസ്ഥ വളരെയധികം മോശമായിരുന്നു. ആ സിറ്റുവേഷൻ സൂജിന് ബുദ്ധിമുട്ടാകാതിരിക്കാനാണ് ഓരോ ദിവസവും അയാൾ മാത്രം അമ്മയെ കാണാൻ വന്നിരുന്നത്. ഇതറിഞ്ഞതും സൂജിന് കരച്ചിൽ വരുന്നു. അയാളോട് സോറി പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയവൾ ഹസ്ബൻഡിന്റെ അമ്മയുടെ കണ്ടീഷൻ അറിയാനായി റിസപ്ഷനിൽ അന്വേഷിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പെണ്ണ് പറഞ്ഞത് കേട്ട് അവളുടെ തലയ്ക്ക് അടിയേറ്റതുപോലെയാവുന്നു. ഏകദേശം 1 വർഷത്തിന് ശേഷം ഇന്നാണ് അവളുടെ ഹസ്ബൻഡ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അവസാനം സൂജിൻ സംശയിച്ചത് 100% ശരിയാവുന്നു.